You have to believe in yourself. Set your goals high and never give up. Ignore the haters and remember that hard work pays off. Hi all, Assalamualaikum. Welcome back to Moose Plan. ഇന്ന് അടുത്ത വീക്കെൻഡായി എന്ത് പെട്ടെന്നല്ലേ ദിവസങ്ങൾ പോകുന്നത് അറിയുന്നേ ഇല്ല സമയം പോകുന്നത്. അപ്പം ഞാൻ എൻ്റെ കസിൻ സിസ്റ്ററെ കാണാൻ പോകുന്ന കേട്ടോ. അവളുടെ ഇന്നൊരു കൂട്ടം വാങ്ങാനുണ്ടായിരുന്നു. അങ്ങനെ രാവിലെ തന്നെ മക്കളെയൊക്കെ പെറുക്കി യൂബർ ഓട്ടോയും വിളിച്ച് സ്ഥിരം എനിക്ക് മക്കളായിട്ട് പുറത്തുപോകാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കാരണം അവർ കുഞ്ഞി കണ്ണുകൾ വെച്ചിട്ട് അവർ ഓരോന്ന് കാണുമ്പോൾ അവർ ഭയങ്കര എക്സൈറ്റഡ്, അവരുടെ ഹാപ്പിനെസ് കാണുമ്പോൾ ഉണ്ടല്ലോ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. കാരണം പുറത്ത് പോവുക കാര്യങ്ങൾ കാണുമ്പോൾ അവർ കുഞ്ഞു മക്കളല്ലേ, അവർക്കതൊക്കെ ഭയങ്കര ഹാപ്പിനെസ് ആണ്, കുഞ്ഞു കുഞ്ഞു സന്തോഷം. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നും. സോ അവർ എവിടെ പോകണമെന്ന് പറഞ്ഞാലും അവരായിട്ട് പോകുമ്പോഴാണ് എനിക്ക് സന്തോഷം ഉണ്ടാവുക. അപ്പോൾ എനിക്ക് 2 പ്രൊഡക്ട്സ് വന്നിട്ടുണ്ടായിരുന്നു. ഇതും കിഡ്സിന് വേണ്ടിയിട്ട് ഞാൻ ഓർഡർ ചെയ്താട്ടോ. അപ്പോൾ നമുക്കറിയാമല്ലോ ക്രേസി മമ്മാസ് കൂടുതലും കിഡ്സിന് വേണ്ടിയിട്ടായിരിക്കും അവർ പർച്ചേസ് കൂടുതലും വരുന്നത്. അപ്പോൾ ഞാനിപ്പോൾ മോറിംഗ പൗഡറും അഡൾട്ട്സിനും യൂസ് ചെയ്യാം. പക്ഷേ മെയിനായിട്ട് വഫിൽ മേക്കർ ആട്ടോ, മിനി വഫിൽ മേക്കർ ആമസോണിൽ നിന്ന് ഓർഡർ ചെയ്തതാട്ടോ ഈ കാണുന്നത്. അത് നല്ല ക്യൂട്ട് ഡിസൈനായിട്ട് റെഡ് കളറിലാണ്. പിന്നെ നമ്മുടെ മോറിംഗ പൗഡർ നിങ്ങൾക്ക് അറിയാമല്ലോ, നമ്മുടെ നാട്ടിൽ കോമൺ ആയിട്ട് എല്ലാവരും യൂസ് ചെയ്യുന്നതാണ്. പൗഡർ രൂപത്തിൽ അങ്ങനെ എല്ലാവരും യൂസ് ചെയ്യുന്നുണ്ടാവില്ല. പക്ഷേ ഞാൻ അതിൻ്റെ റിവ്യൂ കണ്ടിട്ട് വാങ്ങിയതാട്ടോ. നല്ല സാധനമാണ്. അപ്പോൾ കുട്ടികൾക്കും കുറേശ്ശെ ഇതുപോലെ വഫിൾസൊക്കെ ഉണ്ടാക്കുമ്പോൾ മിക്സ് ചെയ്ത് കൊടുക്കാമെന്ന് കരുതി ഓർഡർ ചെയ്താട്ടോ. അപ്പോൾ വലിയ വിലയില്ല, രണ്ടും 1000 ബിലോയാണ് രണ്ടും കൂടി നമുക്ക് ആയിട്ടുള്ളൂ. അപ്പോൾ ഇതൊരു 200 ഗ്രാമിൻ്റെ പാക്കാണ്. അപ്പോൾ അത് നമുക്ക് ഐസൈറ്റിനും അതുപോലെ ഇമ്മ്യൂണൈസേഷന് ഡൈജഷനൊക്കെ നല്ലതാണല്ലോ മോറിംഗ പൗഡർ. അപ്പോൾ അതുപോലെ വഫിൽ മേക്കർ കുട്ടികൾക്ക് സ്നാക്സൊക്കെ ഉണ്ടാക്കി കൊടുക്കാനാണെങ്കിലും ഏറ്റവും ബെസ്റ്റാണ്. അപ്പോൾ ഞാൻ അതും ഇതും കൂടിയാണ് ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ മോനൊക്കെ ഭയങ്കര എക്സൈറ്റഡ് ആണ്. അപ്പോൾ മക്കളിൽ 3 പേർക്കും അത് കണ്ടിട്ട് എൻ്റെ ഡിസൈനെ കണ്ടിട്ടേ അപ്പോൾ എന്നെ അപ്പം തന്നെ നിർബന്ധിക്കുന്നതാണ്, നമുക്ക് വഫിൾസ് ഉണ്ടാക്കണം, വഫിൾസ് ഉണ്ടാക്കണം, ഉണ്ടാക്കിത്താ. അപ്പം ഞാൻ അതിൻ്റെ പാക്കേജും കാര്യങ്ങളൊക്കെ നോക്കണമായിരുന്നു. അപ്പോൾ അതിലെല്ലാം കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഉണ്ടാക്കാനും ഈസിയാണ്, അതുപോലെ ക്ലീൻ ചെയ്യാനും ഈസിയാണ്. അപ്പോൾ എന്താ പറയുക, ഞാനപ്പോൾ എന്ത് വെച്ച് ഉണ്ടാക്കും എന്നൊക്കെ ഇങ്ങനെ വിചാരിച്ച് ഉണ്ടാക്കാൻ മോനെ നമുക്ക് ഉണ്ടാക്കാമെന്നൊക്കെ പറഞ്ഞ് അതിൻ്റെ പാക്കറ്റൊക്കെ നോക്കിക്കൊണ്ടിരിക്കുവാണ്. അപ്പോൾ അങ്ങനെ വിചാരിച്ചിരുന്നപ്പോഴാണ് എൻ്റെ കയ്യിൽ രാവിലെ ഇന്ന് ഞങ്ങൾക്ക് ഇഡ്ഡലി ആയിരുന്നേ. അപ്പോൾ ഇഡ്ഡലിയുടെ മാവ് ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ദോശ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു, ലെഫ്റ്റ് ഓവർ വെച്ചിട്ട്. അപ്പോൾ ഇവർ വഫിൾസ് ഉണ്ടാക്കണമെന്ന് പറഞ്ഞപ്പോൾ മോന് ഇങ്ങനെ നിർബന്ധം പിടിച്ച് വഫിൽ മേക്കർ കണ്ടപ്പോൾ തുടങ്ങി എനിക്ക് ഉണ്ടാക്കി വിശക്കണമെന്ന് പറഞ്ഞിട്ട്, വിശന്നിട്ടൊന്നും അല്ല, അത് ഉണ്ടാക്കി എന്താണെന്ന് അറിയണം, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ എന്നെ നിർബന്ധിച്ച് ഇപ്പോൾ രാവിലത്തെ ദോശമാവ് ഇഡ്ഡലി മാവ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ രാവിലെ അതിൻ്റെ ബാലൻസ് എടുത്തിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ കുറച്ച് നട്ട്സ് പൗഡർ ഉണ്ടായിരുന്നു, അത് ആഡ് ചെയ്തു. കുറച്ച് കൽക്കണ്ടം അതുകൂടി ആഡ് ചെയ്തിട്ടോ മധുരത്തിന് വേണ്ടിയിട്ട്, ജസ്റ്റ് ഒരു സ്നാക്സ് പോലെ. പിന്നെ നമ്മുടെ മോറിംഗ പൗഡർ ഒന്ന് ആഡ് ചെയ്തൊന്ന് നോക്കാമെന്ന് വിചാരിച്ചു. കുറച്ച് ആഡ് ചെയ്യാം, കുട്ടികൾക്കാകുമ്പോൾ അതനുസരിച്ച് നമ്മൾ ആഡ് ചെയ്താൽ മതിയല്ലോ. അപ്പം നമുക്ക് സംഭവം കുട്ടികൾക്കായതുകൊണ്ട് കുറച്ച് ഞാൻ ചേർക്കുന്നുള്ളൂ. ഇവരൊരു സ്പൂണൊക്കെ പറഞ്ഞെങ്കിലും കുറച്ച് ചേർക്കുന്നുള്ളൂ. കാരണം ഡൈജഷനും അതുപോലെ എല്ലാത്തിനും ഇമ്മ്യൂണിറ്റിയും ഒക്കെ നല്ലതാണ്. നമുക്കറിയാമല്ലോ മുരിങ്ങയിലയുടെ ഗുണങ്ങൾ നമ്മൾ പറയാതെ തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം. ഇത് ആഡ് ചെയ്തപ്പോൾ തന്നെ അതിൻ്റെ ടെക്സ്ചറൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം, ഒരു പരീക്ഷണം എന്ന് വേണമെങ്കിൽ പറയാം. അതവിടെ വെച്ചു ആഡ് ചെയ്യാം. അവനത് ഇങ്ങോട്ട് നടക്കുക, വഫിൽ മേക്കർ ഇങ്ങനെ കയ്യിൽ പിടിച്ചുകൊണ്ട് നടക്കുക. കുട്ടികൾ അങ്ങനെയാണല്ലോ, അവർക്ക് ഭയങ്കര ഇങ്ങനെയുള്ള കാര്യങ്ങൾ കാണുമ്പോൾ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരിക്കും. എന്തായാലും നമുക്ക് ഉണ്ടാക്കി നോക്കാം, ഇൻഷാ അല്ലാഹ് നന്നാവുമെന്ന് വിചാരിക്കാം. ഒഴിക്കാം, നിങ്ങൾക്ക് ഒഴിക്കട്ടെ എന്നിട്ട് കാണിച്ചു തരാം. ഞാൻ ചേരെടുത്തോണ്ട് വരാമെന്ന് പറഞ്ഞുകൊണ്ട് പോയേക്കണേ കേട്ടോ. കാണിക്കാം, ഒരു മിനിറ്റ്. ഇത് ഒഴിച്ചിട്ട് എന്നാൽ കണ്ടോ ആള് ഭയങ്കര എന്താ പറയുക, എന്തെങ്കിലും നമ്മൾ ഇതേപോലെ പറഞ്ഞാൽ ഭയങ്കര ഹൈപ്പറാണ്. പക്ഷെ നമുക്ക് അടച്ചു വെക്കാം കുറച്ചിട്ടോ. ഓക്കെ, ഇപ്പോൾ ഇത്തിരി കൂടിപ്പോയി എൻ്റെ, അത് കാരണം കുറച്ചൊന്നും ഇങ്ങനെ ട്രെയിൻ ഔട്ട് ചെയ്ത് വരുന്നുണ്ട്. കുഴപ്പമില്ല, നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കാം എന്താവും. ഇയാൾ ഭയങ്കര എന്തായാലും ഇത് ഓണാക്കിയിട്ടുണ്ട്. നമുക്കിത് ബാക്കിൽ ലൈറ്റൊക്കെ കത്തിട്ടു, ഇതിൻ്റെ ബാക്കിൽ കണ്ട സംഭവം. അപ്പോൾ നമുക്കിനി ഇതിനകത്ത് ഫുഡ് ആഡ് ചെയ്യാം. ഫുഡ് മീൻസ് നമ്മുടെ ഈ മിക്സ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ.
അങ്ങനെ ഞാൻ പറഞ്ഞ ഇത് നമ്മുടെ ഫസ്റ്റ് ട്രൈ തന്നെ ഒന്നാം തരം 8ന്റെ പണിയാണ് എനിക്ക് തന്നെ ചീറ്റിപ്പോയി എന്ന് തന്നെ പറയണം. സംഭവം ഒഴിച്ചപ്പോഴും അത് കൂടിയും പോയി, പിന്നെ അത് ശരിയായൂല്ല. അപ്പോൾ ഞാനത് ബട്ടറൊക്കെ ഇട്ടിട്ട് ലൂബ്രിക്കേറ്റ് ചെയ്തിട്ട് വേണമായിരുന്നു ചെയ്യാൻ. അപ്പോൾ അതെനിക്ക് ഫസ്റ്റ് ടൈം അത് ശരിയായില്ല. അപ്പോൾ പിന്നെ എനിക്ക് തോന്നി അങ്ങനെ ചെയ്താൽ ശരിയാവുമെന്ന് തോന്നി. ഞാൻ ബട്ടർ ഇട്ടിട്ട് ലൂബ്രിക്കേറ്റ് ഒക്കെ ചെയ്തിട്ടാട്ടോ ജസ്റ്റ് ട്രൈ ചെയ്ത്. അപ്പോൾ അടിപൊളിയായിട്ട് കിട്ടി, അൽഹംദുലില്ലാ. അപ്പോൾ ഇപ്പം ഞാൻ ഗാർലിക് ബട്ടറാട്ടോ യൂസ് ചെയ്യുന്നത്. അതിൻ്റെ ഹെർബ് ബട്ടർ നമുക്ക് ഉണ്ടല്ലോ, അത് നല്ല അടിപൊളി ബട്ടറാണ്, കുട്ടികൾക്കും വലിയവർക്കൊക്കെ നല്ലത്. അപ്പോൾ ആ ബട്ടർ ഞാൻ ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ബട്ടർ ഇട്ട് വാരിക്കോരി ഒഴിക്കുകയും ചെയ്ത് അങ്ങനെ ഇതാവരുത്. നമ്മൾ ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. കണ്ടോ, അത്രയും മതി. അതിൻ്റെ ആ ഒരു ഇതിൽ ഒരു ഇത്തിരിയും കൂടി വേണമെങ്കിൽ നമുക്ക് ആയിട്ടില്ല എന്ന് തോന്നണമെങ്കിൽ മാത്രം നമുക്കൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പം നമുക്കിനി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്താ സംഭവം. അപ്പോൾ ഇത് നമുക്ക് അടച്ച് വെക്കാം കേട്ടോ. ലിഡ് നമ്മൾ ക്ലോസ് ചെയ്തു. ചൂടുണ്ട്, അപ്പോൾ നമ്മളെപ്പോഴും ഒരു ക്ലോത്ത് അല്ലെങ്കിൽ ടിഷ്യൂ വെച്ചിട്ട് വേണം ഇത് ചെയ്യാൻ. അപ്പോൾ ഇതിൻ്റെ ഫീച്ചർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഓട്ടോമാറ്റിക്കലി ഈ ഗ്രീൻ ലൈറ്റ് ഓഫ് ആകുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇത് വഫിൽ റെഡി ആയിട്ടുണ്ട്. നോക്കി, ഇതിന് പുകയൊക്കെ വരുമ്പോൾ പേടിക്കണ്ട കേട്ടോ. ഒരു സംഭവം റെഡിയാണ്, മിനി വഫിൽ മേക്കറാണ്. അപ്പം നമുക്ക് ഇനി ഇതിൻ്റെ റിസൾട്ട് എന്താണെന്ന് നോക്കാം. നമ്മുടെ വഫിൽ നമുക്ക് എന്തായാലും നോക്കാം, നമുക്ക് ഇളക്കി നോക്കാം കേട്ടോ. അൽഹംദുലില്ലാ. അപ്പം നമ്മുടെ വഫിൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്, അടിപൊളി വഫിൽ. അപ്പോൾ സെക്കൻഡ് ട്രൈയിൽ നമ്മുടെ വഫിൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ? ഓക്കെ, റെഡിയാണ്. ഓക്കെ, പിന്നെ ഇത് ടേസ്റ്റ് ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് മുസ്തുവിനോട് ചോദിച്ചു നോക്കട്ടെ. അപ്പോൾ വഫിൽ റെഡി ആയിട്ടുണ്ട്, മുസ്തുവിനൊക്കെ ഇഷ്ടമായിട്ടുണ്ട്. അപ്പോൾ നമുക്കത് അവർക്ക് സെർവ് ചെയ്യാം. ഇഷ്ടമാവുന്ന ഒരു വഫിലാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കിയ. ദോശ വഫിലാണ്, ഏത് വേണമെങ്കിലും എടുത്ത് കഴിച്ചോ. അവൻ്റെ ഏതാണെന്നാണ് ചോദിക്കുന്നത്. നമുക്ക് അതിൽ ലൈറ്റ് ഓട്ടോമാറ്റിക്കലി ഓഫ് ആവും. അപ്പം നമുക്ക് അതനുസരിച്ചിട്ട് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം, കുഴപ്പമൊന്നുമില്ല. മോനിക്കും കഴിച്ചിട്ട് ഇഷ്ടമൊക്കെ ആയി. എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല, കാരണം ദോശ ഇത്തിരി പുളിയൊക്കെ ഉണ്ടല്ലോ. പക്ഷേ നമുക്ക് മിക്സ് മാറ്റി കൊടുക്കാം, പാൻ കേക്ക് മിക്സും ഇതിൽ ട്രൈ ചെയ്യാം. അപ്പോൾ ഇൻഷാല്ലാ ഇനി ട്രൈ ചെയ്യണം. അപ്പോൾ ഇതിൽ ഞാൻ യോഗട്ടും ഹണിയൊക്കെ വെച്ചിട്ട് സെർവ് ചെയ്യണം കേട്ടോ. കുട്ടികൾക്ക് അങ്ങനെ കൊടുത്തവർക്ക് ഇഷ്ടമാവും. അപ്പോൾ മക്കൾക്ക് ഇഷ്ടമാവുന്ന രീതിയിൽ കൊടുക്കുമ്പോൾ നമ്മൾ ഹാപ്പി ആവും. അതുപോലെ അപ്പോൾ ഇന്ന് വഫിൽ എക്സ്പെരിമെൻറ്റ് അൽഹംദുലില്ലാ വിജയിച്ചു. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ഞാൻ ഇടാട്ടോ. അപ്പോൾ മക്കൾക്ക് ഇങ്ങനെ കൊടുക്കുമ്പോൾ അവർ കുറേശ്ശെ എന്തെങ്കിലും കഴിക്കും. മക്കളെ കഴിപ്പിക്കുക എന്നുള്ളതാണല്ലോ ശരിക്കും പറഞ്ഞാൽ ഒരു അമ്മേനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ പാടുള്ള ടാസ്ക്. അപ്പോൾ ഇങ്ങനെയൊക്കെ കൊടുത്തവർക്ക് ഇഷ്ടമാവും കേട്ടോ. അപ്പം നമുക്ക് ഇങ്ങനെ വഫിൽസ് ഈസി ആക്കിയിട്ട് ഈ മിനി വഫിൽ മേക്കർ വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യുക, കുട്ടികൾക്ക് യമ്മി ആയിട്ട് കൊടുക്കാൻ പറ്റും. യോഗട്ടും ഹണിയുടെയും കൂടെ ബെസ്റ്റാണ്, ഒക്കെ പെറുക്കി കഴിച്ചോളും. അപ്പോൾ മൂത്താൾ ട്യൂഷൻ പോയിക്കണെയാണ്, വന്നിട്ട് വേണം കൊടുക്കാൻ. അവന് എക്സൈറ്റഡ് ആയിരുന്നു വഫിൽ മേക്കർ കണ്ടിട്ട്, എന്തായിരിക്കും എന്നുള്ള എക്സൈറ്റ്മെൻറ്റിലാണ്. അപ്പോൾ കുട്ടികൾക്ക് എന്തായാലും ഇഷ്ടമാവും, കാരണം ഞാനിട്ട മിക്സിൽ പുളിയും മധുരം എല്ലാം ഉള്ളതുകൊണ്ട് അവർക്ക് ഇഷ്ടമാവും കേട്ടോ. അപ്പോൾ അവർക്ക് ഇങ്ങനെ കളിയുടെ ഇടയിലൊക്കെ വെച്ച് കൊടുക്കാൻ. അപ്പോൾ മൂത്താൾക്കും ഇഷ്ടമായി. മറ്റേ അവർ ചെറുതങ്ങളൊക്കെ കുറേ അവിടെ വാരിയിട്ട് മധളവും യോഗട്ടൊക്കെ അവിടെ ഇവിടെയൊക്കെ സ്പ്രെഡാക്കി എനിക്കെന്തായാലും പണിയാക്കി തന്നു. എന്നാലും കുട്ടികൾക്ക് വെറൈറ്റി ആയിട്ട് കൊടുക്കാൻ പറ്റും കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.